ഡാൻ കൂപ്പർ അഥവാ ഡിബി കൂപ്പർ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഇന്നും വ്യക്തമായി തെളിയിക്കപ്പെടാത്ത ഒരു കേസിലെ പ്രതിയായ അയാളെക്കുറിച്ചും ആ സംഭവത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വർഷം 1971. അതേ വർഷം നവംബർ 24-ന് കറുത്ത അറ്റാഷെ കേസ് വഹിച്ചുകൊണ്ട് ഒരാൾ പോർട്ട്ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഫ്ലൈറ്റ് കൗണ്ടറിലെത്തി. ഫ്ലൈറ്റ് 305-ൽ ഒരു വൺ വേ ടിക്കറ്റ് വാങ്ങി. അയാളുടെ പേര് ഡാൻ കൂപ്പർ എന്നായിരുന്നു. അയാളെക്കുറിച്ച് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് ഇങ്ങനെ: കറുത്ത മുടി, തവിട്ട് നിറമുള്ള കണ്ണുകൾ, കറുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള ബിസിനസ് സ്യൂട്ട്, വെള്ള ഷർട്ട്, നേർത്ത കറുത്ത ടൈ, കറുത്ത റെയിൻകോട്ട്, തവിട്ട് ഷൂസ്, പ്രായം 40-ന് മധ്യം, ഒരു വെളുത്ത പുരുഷൻ. ബ്രീഫ് കേസും കൊണ്ട് അയാൾ വിമാനത്തിൽ കയറി. അവസാന നിരയിലെ 18E ആയിരുന്നു അയാളുടെ സീറ്റ്. 6 പേർ അടങ്ങുന്ന ഒരു ക്രൂവും കൂപ്പർ ഉൾപ്പെടെ 36 യാത്രക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 2:50-ന് പുറപ്പെട്ടു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ കൂപ്പർ വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ജംപ് സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡർക്ക് ഒരു കുറിപ്പ് നൽകി. അത് അയാളുടെ വിസിറ്റിംഗ് കാർഡ് ആണെന്ന് കരുതി അവർ തുറന്നു നോക്കിയില്ല. അതിനാൽ തന്നെ കൂപ്പർ അവരോട് ഇങ്ങനെ പറഞ്ഞു: മിസ്, നീ ആ കുറിപ്പ് നോക്കുന്നതാണ് നല്ലത്. എൻ്റെ കൈവശം ഒരു ബോംബുണ്ട്. ഇത് കേട്ട് ആ സ്ത്രീ കുറിപ്പ് തുറന്നു നോക്കി. ഒരു ഫെൽറ്റ് ടിപ്പ് പേന കൊണ്ട് അച്ചടിച്ച വൃത്തിയുള്ള വലിയ അക്ഷരത്തിൽ അയാൾ ഇങ്ങനെ എഴുതിയിരുന്നു: മിസ്, എൻ്റെ ബ്രീഫ് കേസിൽ ഒരു ബോംബുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറിപ്പ് തിരികെ കൊടുത്ത ശേഷം അവർ അയാൾ ആവശ്യപ്പെട്ടതുപോലെ അയാളുടെ അടുത്തായി ഇരുന്നു. ഒപ്പം ബോംബ് കാണണമെന്ന് പറഞ്ഞു. അയാൾ തൻ്റെ ബ്രീഫ് കേസ് തുറന്നു കാണിച്ചു. 4 ചുവന്ന സിലിണ്ടറുകളുടെ 2 നിര. അവ ഡൈനാമൈറ്റ് ആണെന്ന് അവൾ കരുതി. സിലിണ്ടറുകളിൽ ഒരു വയറും ഒരു ബോംബിനോട് സാമ്യമുള്ള ഒരു വലിയ സിലിണ്ടർ ബാറ്ററിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് കൂപ്പർ തന്റെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞു. ആവശ്യങ്ങൾ ഒരു കുറിപ്പായി എഴുതി അറ്റൻഡർ അത് കോക്പിറ്റിലേക്ക് കൊണ്ടുപോയി ഫ്ലൈറ്റ് ക്രൂവിനെ കാണിച്ചു. 4 പാരച്യൂട്ടുകളും സിയാറ്റിലിൽ ലാൻഡ് ചെയ്യുമ്പോൾ $2 ലക്ഷം മോചനദ്രവ്യമായി നൽകണമെന്നതുമായിരുന്നു കൂപ്പറിന്റെ ആവശ്യം. സിയാറ്റിലിൽ ലാൻഡ് ചെയ്ത് യാത്രക്കാരെ വിട്ടയക്കുകയും ശേഷം വിമാനം ഇന്ധനം നിറച്ച് മെക്സിക്കോ സിറ്റിയിലേക്ക് വീണ്ടും യാത്ര ആരംഭിക്കുകയും ചെയ്യുക. പിന്നീട് നെവാഡയിലെ റെനോയിൽ ഇന്ധനം നിറച്ച് യാത്ര അവസാനിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു അയാളുടെ നിർദ്ദേശങ്ങൾ. യാത്രക്കാരെ ബന്ദിയാക്കാൻ സാധ്യതയുള്ളതിനാൽ അന്നത്തെ നോർത്ത് വെസ്റ്റ് പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് നൈറോപ്പ് മോചനദ്രവ്യം നൽകാൻ അനുമതി നൽകി. ഒപ്പം എല്ലാ ജീവനക്കാരും ഹൈജാക്കറുമായി സഹകരിക്കാനും അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഉത്തരവായി. സിയാറ്റിലിൽ ഫസ്റ്റ് നാഷണൽ ബാങ്കിൽ നിന്നും ഏകദേശം 19 പൗണ്ട് ഭാരമുള്ള ഒരു ബാഗിൽ മോചനദ്രവ്യം കൂപ്പറിന് നൽകാനായി ശരിയാക്കി വെച്ചിരുന്നു. ഒപ്പം 2 ഫ്രണ്ട് പാരച്യൂട്ടുകളും 2 പിൻ പാരച്യൂട്ടുകളും. പിന്നീട് വിമാനം ലാൻഡ് ചെയ്തു. പാരച്യൂട്ടുകളും പണവുമായി വിമാനത്തെ സമീപിക്കാൻ എയർലൈനിന്റെ ഒരു പ്രതിനിധിക്ക് മാത്രമേ സാധിക്കൂ എന്നും പ്രവേശിക്കാനും പുറത്തു പോകാനും വിമാനത്തിന്റെ മുൻവാതിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും കൂപ്പർ ആവശ്യപ്പെട്ടു. തുടർന്ന് കൂപ്പറിന്റെ നിർദ്ദേശപ്രകാരം അയാളോട് സംസാരിച്ചിരുന്ന ഫ്ലൈറ്റ് അറ്റൻഡർ തന്നെ വിമാനത്തിന്റെ മുൻവാതിലൂടെ പുറത്തിറങ്ങി മോചനദ്രവ്യം സ്വീകരിച്ചു. തിരിച്ചു വന്ന അവരിൽ നിന്നും ബാഗ് വാങ്ങി കൂപ്പർ അവസാന നിരയിലേക്ക് പോയി. പിന്നീട് യാത്രക്കാരെ വിട്ടയക്കാൻ അയാൾ സമ്മതിച്ചു. യാത്രക്കാർ ഇറങ്ങുന്ന സമയം അയാൾ പണം എണ്ണി നോക്കുന്ന തിരക്കിലായിരുന്നു. അയാളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി കുറച്ച് പണം തരുമോ എന്ന് അറ്റൻഡർ ചോദിച്ചു. യാതൊരു സങ്കോചവും കൂടാതെ അയാൾ അവർക്ക് കുറച്ച് പണം നൽകി. എന്നാൽ അറ്റൻഡർ ആ പണം തിരികെ നൽകുകയാണ് ഉണ്ടായത്. സിയാറ്റിൽ നിന്നും പറന്നുയർന്ന് ഏകദേശം 30 മിനിറ്റിന് ശേഷം കൂപ്പർ വിമാനത്തിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്ന് പടികൾ വിന്യസിച്ച് തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ വാഷിംഗ്ടണിന് മുകളിലൂടെ രാത്രിയിൽ പാരച്യൂട്ട് ചെയ്ത് രക്ഷപ്പെട്ടു. വിമാനം നെവാഡയിലെ റെനോ എയർപോർട്ടിൽ ഇറങ്ങി. അതേസമയം ആ നാട്ടിലെ എല്ലാ വിഭാഗത്തിലെയും പോലീസ് സേനയും അവിടെ ഉണ്ടായിരുന്നു. എത്രയൊക്കെ തിരഞ്ഞിട്ടും അവർക്ക് അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അടുത്തുള്ള കാടുകളിൽ പോലും പോലീസ് അന്വേഷണം നടത്തി.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്നും ചില അസ്ഥികൾ പോലീസ് കണ്ടെത്തിയെങ്കിലും വിശദ പരിശോധനയിൽ അവ ഏതോ മൃഗത്തിൻ്റെതാണെന്ന് കണ്ടെത്തി. കൂപ്പർ എവിടെയെന്നത് അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. 9 വർഷത്തിന് ശേഷം 1980 ഫെബ്രുവരി 10 ഒരു 8 വയസ്സുകാരൻ അവന്റെ കുടുംബത്തോടൊപ്പം കൊളംബിയ നദിക്കരയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു. ഒരു ക്യാമ്പ് ഫയറിനായി നദീതീരം തയ്യാറാക്കുമ്പോൾ പാക്കറ്റിലാക്കിയ രീതിയിൽ കുറച്ച് പണം അവർ കണ്ടെത്തി. അതിൽ ആകെ $5800 ഉണ്ടായിരുന്നു. നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നുവെങ്കിലും അപ്പോഴും അവ ബണ്ടിലായി തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നീടുള്ള പരിശോധനയിൽ നിന്നും ഇത് മോചനദ്രവ്യമായി കൂപ്പറിന് കൊടുത്ത പണമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഈ ഹൈജാക്കിന് ശേഷം പോലീസിന് കിട്ടിയ ആദ്യ തെളിവ് ഈ പണം മാത്രമാണ്. അതല്ലാതെ യഥാർത്ഥത്തിൽ ആരാണ് ഡാൻ കൂപ്പർ എന്നോ അയാൾ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നോ പോലീസിന് അറിയില്ല. ആകെ അവരുടെ കയ്യിലുള്ളത് ഒരു രേഖാചിത്രം മാത്രമാണ്. അയാൾ ജീവനോടെ ഉണ്ടോ, മരണപ്പെട്ടോ, ബാക്കി പണം അയാൾ എന്തു ചെയ്തു എന്ന യാതൊരുവിധ വിവരവുമില്ല. തെളിയിക്കാനാവാത്ത മറ്റൊരു നിഗൂഢതയായി ഡാൻ കൂപ്പർ ഇന്നും തുടരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്.